ഓണം ആഘോഷമാക്കാൻ ഇപ്രാവശ്യം വമ്പൻ സിനിമകളാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. ഓഗസ്റ്റ് 7-ാം തീയതി തിയേറ്ററിലേക്ക് എത്തുന്ന ആദ്യ സിനിമ ലാലേട്ടൻ്റെ മകൾ ആദ്യമായി അഭിനയിക്കുന്ന തുടക്കം എന്ന സിനിമയാണ്. ആന്റണി പെരുമ്പാവൂരാണ് സിനിമ നിർമ്മിക്കുന്നത്. 2018 എന്ന സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയിൽ ലാലേട്ടനും വളരെ പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നുണ്ട്. വളരെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. ലാലേട്ടൻ ബോക്സറായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് എത്തുന്നത്. ആക്ഷന് പ്രാധാന്യം നൽകുന്ന ഒരു സിനിമയാണ്. രണ്ട് വമ്പൻ സിനിമകളാണ് ഓണം റിലീസായിട്ട് എത്തുന്നത്. FA കമ്പനി നിർമ്മിക്കുന്ന ദുൽഖർ സൽമാൻ നായകനായിട്ട് എത്തുന്ന നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന ഐ ആം ഗെയിം എന്ന സിനിമയാണ് ഓഗസ്റ്റ് 20-ാം തീയതി വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തുന്നത്. വലിയ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. ദുൽഖർ സൽമാൻ, ആന്റണി വർഗീസ് പെപ്പയാണ് പ്രധാന താരങ്ങളായിട്ട് എത്തുന്നത്. അന്യഭാഷകളിൽ നിന്നുള്ള ഒരുപാട് വമ്പൻ താരങ്ങൾ ഈ സിനിമയിൽ എത്തുന്നുണ്ട്. വമ്പൻ ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത്. ആക്ഷന് പ്രാധാന്യം നൽകുന്ന ഒരു സിനിമയാണ്. മറ്റൊരു സിനിമ പൃഥ്വിരാജ് നായകനായിട്ട് എത്തുന്ന ഖലീഫ എന്ന സിനിമയാണ്. ഇതും വളരെ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. രണ്ടും ക്ലാഷ് റിലീസായിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. ഈ ഓണം ആര് തൂക്കും എന്നാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം മമ്മൂക്കയുടെ കാരക്കാമൂർ ഷൺമുഖൻ എന്ന ക്യാരക്ടറുമായി വീണ്ടും രഞ്ജിത്തിന്റെ സിനിമയിലൂടെ മമ്മൂക്ക എത്തുകയാണ്. ഈ വരുന്ന ജൂലൈ 24-ാം തീയതിയാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. കാരണം നിധി സഹദേവ് മമ്മൂട്ടി ചിത്രം അതിൻ്റെ ഷൂട്ടിംഗ് ഈ വരുന്ന 26-ാം തീയതി ആരംഭിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് ഇപ്പോൾ മലേഷ്യയിലാണുള്ളത്. ധനുഷ് നായകനായിട്ടെത്തുന്ന ഹോം എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടി മമ്മൂക്ക, നസ്രുദ്ദീൻ ഷാ, ധനുഷ് ഏഷ്യയിൽ അതിൻ്റെ ചിത്രീകരണം പുരോഗമിക്കുന്നു. ഇതിനുശേഷം 8 ദിവസം തമിഴ്നാട്ടിലും ഈ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തീകരിക്കുകയാണ്. വലിയ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്ക വീണ്ടും ഒരു തമിഴ് ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നത്. അതും ഒരു നെഗറ്റീവ് കഥാപാത്രമാണ് ഈ സിനിമയിൽ മമ്മൂക്ക ചെയ്യുന്നത്. നിധി സഹദേവ് ചിത്രം ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. മമ്മൂക്ക ഒരു ലോക്കൽ ഗ്യാങ്സ്റ്ററായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് എത്തുന്നത്. ആഷിറും ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും മമ്മൂക്കയുടെ ഒരു പോസ്റ്റർ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഒരു പോസ്റ്ററാണ്. ഒരു രക്ഷയില്ലാത്തൊരു സാധനം. 74-ാമത്തെ വയസ്സിലും ചെറുപ്പക്കാരെ പോലും നാണിപ്പിക്കുന്ന തരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ ഗെറ്റപ്പുകളും അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയുടെ അപ്ഡേഷനുകളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ്റെ ഒരു പിടി പുതിയ ചിത്രങ്ങളാണ് ഇനി പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. അതോടൊപ്പം ഈ ജൂലൈ അവസാനത്തോടു കൂടി ദേശീയ അവാർഡ് പരിഗണിക്കും എന്നുള്ളൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. അവസാന റൗണ്ടിൽ മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള ബ്രഹ്മയുഗം എന്ന സിനിമയിലെ കൊടുമൺ പോറ്റി എന്ന ക്യാരക്ടറാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മമ്മൂക്കക്ക് 4-ാം തവണയും നാഷണൽ അവാർഡ് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് മലയാള സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. ഈ ഒരു അവാർഡ് കൂടെ മമ്മൂക്കക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് വാങ്ങിക്കുന്ന നടൻ എന്ന ആ ഒരു ബഹുമതി മമ്മൂക്കക്ക് തന്നെയായിരിക്കും. എന്തായാലും മമ്മൂക്കക്ക് ആ ഒരു അവാർഡ് ലഭിക്കട്ടെ എന്ന് അർത്ഥമായി ആഗ്രഹിക്കുന്നു. അപ്പോൾ മമ്മൂക്കക്ക് ആ ഒരു അവാർഡ് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ അടുത്തൊരു സിനിമാ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും